മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിരവധി വിദേശ രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കും. ചടങ്ങിൽ പങ്കെടുക്കാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും സേഷൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫും ഡൽഹിയിലെത്തി. മൂന്നാം NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ വേളയിൽ ഇത്തവണ വിദേശ പ്രാതിനിധ്യം കൂടുതലാണ്. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു, ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹൽ, ഭൂട്ടാൻ രാജാവ് ജിഗ്മെ ഖേസർ നാംഗ്യേൽ വാങ്ചുക്, മൗറീഷ്യസ് പ്രധാനമന്ത്രി എന്നിവർ പങ്കെടുക്കുമെന്നാണ് വിവരം. ചടങ്ങിന്റെ ഭാഗമാകാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും സേഷൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫും ഇന്നലെ ഡൽഹിയിലെത്തി. മൂന്നാം തവണയും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിക്ക് നിരവധി ലോക നേതാക്കളും പ്രമുഖരും ആശംസകൾ അറിയിച്ചു. യമൻ പ്രധാനമന്ത്രി അഹമ്മദ് ബിൻ മുബാറക്, ബെൽജിയം പ്രധാനമന്ത്രി അലക്സാണ്ടർ ഡുക്രൂ, അയർലൻഡ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ്, സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് വയോള ആംഹർട്ട്, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തുടങ്ങിയ നിരവധി ലോകരാഷ്ട്ര നേതാക്കളും ടെസ്ല CEO ഇലോൺ മസ്കും ആശംസകൾ നേർന്നു. വ്യത്യസ്ത മതങ്ങളിലെ 50ഓളം പുരോഹിതന്മാരെയും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇവർക്ക് പുറമെ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ, സംഘടനാ ചുമതല വഹിക്കുന്ന ഭാരവാഹികൾ എന്നിങ്ങനെ 1000-ലധികം വ്യക്തികളാണ് ചടങ്ങിന്റെ ഭാഗമാകുന്നത്. സത്യപ്രതിജ്ഞ നടക്കുന്ന രാഷ്ട്രപതി ഭവൻ വർണ്ണാഭമായ ദീപങ്ങളാൽ അലങ്കരിച്ചിട്ടുണ്ട്. 24 ഡൽഹി.